നമസ്കാരം. അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറച്ച സംഭവത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പക്ഷം ഇത് വെറും ഒരു സാധാരണ നടപടി മാത്രമെന്നാണ്. അതിലിപ്പോൾ എടുത്തു പറയത്തക്ക ഒന്നും ഇല്ല എന്നാണ്. എന്തായാലും സംഭവത്തിൽ വിശദീകരണവുമായി ഇന്ത്യ എത്താൻ കാരണം തീരുവ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. എന്താണ് ആ പ്രഖ്യാപനം എന്നറിയണ്ടേ? ഇന്ത്യ താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചു എന്നായിരുന്നു ആ പ്രഖ്യാപനം. ഇതോടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ യാഥാർത്ഥ്യമുണ്ടെന്നും ഇത് ഒരു സാധാരണ നടപടി മാത്രമാണെന്നും കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യം കൂടി കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ട്രംപുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിലൊന്നുമല്ല ഈ ഇളവ് നൽകിയത്, മറിച്ച് ഇന്ത്യ മുമ്പ് മറ്റ് വികസിത രാജ്യങ്ങളുമായി സമാനമായ താരിഫ് ഇളവുകൾ നൽകിയിട്ടുണ്ടെന്ന് ഇക്കാര്യം സർക്കാർ പ്രതീതി വ്യക്തമാക്കിയിരിക്കുകയാണ്. US അഭ്യർത്ഥന പ്രകാരം ഇന്ത്യ താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചാൽ അത് അസാധാരണമായ ഒരു നടപടിയായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഓസ്ട്രേലിയ, UAE, സ്വിറ്റ്സർലൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ ഇതിനകം തന്നെ സമാനമായ കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു. നേരത്തെ ഇന്ത്യയുടെ താരിഫ് നിരക്കുകളെ വിമർശിച്ച് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയിലെ താരിഫ് ഭീമവും നിയന്ത്രണപരവുമാണെന്നായിരുന്നു US-ന് ഇത് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. താരിഫ് കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടെന്നും തന്റെ ഭരണകൂടം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അത്തരം പ്രവണതകൾ തുറന്നുകാട്ടിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അവർ ചെയ്തതിന് അവരെ തുറന്നുകാട്ടുന്നതിനാൽ അവർ ഇപ്പോൾ അവരുടെ താരിഫ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആണ് ട്രംപ് വ്യക്തമാക്കിയത്. ചൈനയും യൂറോപ്യൻ യൂണിയനെയും ട്രംപ് വിമർശിച്ചിരുന്നു. താരിഫുകളും മറ്റ് വ്യാപാര പ്രശ്നങ്ങളും സംബന്ധിച്ച് ചർച്ച തുടരുകയാണെന്നും ഇന്ത്യയുടെ നിലപാട് മറ്റ് വികസിത രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചകളുമായി യോജിക്കുന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഫെബ്രുവരിയിൽ ഇന്ത്യയും US-ഉം ബഹുമേഖലാ ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ സമ്മതിച്ചിരുന്നു. ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മുതിർന്ന പ്രതിനിധികളെ നിയമിക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപും സമ്മതിച്ചിരുന്നു. വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനും താരിഫ് ഇതര തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും വിതരണ ശൃംഖല സംയോജനം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കും. ഈ ആഴ്ച കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന്റെ വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ താരിഫും ചർച്ചകളുടെ ഭാഗമായിരുന്നു. ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ ഉന്നയിച്ച താരിഫുകളും മറ്റു വ്യാപാര പ്രശ്നങ്ങളും സംബന്ധിച്ച ചർച്ചകളും ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.